ഇട്ടിട്ടില്ല, രാവിലെ ഒരു കല്ലം കഴിയാൻ മുങ്ങിയാണ് ചെയ്തത്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇവൻറ്റിന് പോവാണ് കേട്ടോ. അതായത് യൂട്യൂബിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് ഇന്ന് കൊച്ചിയിൽ റമദാൻ ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറേ നാളായിട്ട് യൂട്യൂബിലുണ്ടെങ്കിലും ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അതായത് ഞാൻ നാട്ടിലുള്ള സമയത്ത് 1-2 ഇവൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇൻവിറ്റേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡൽഹിയിലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് എനിക്കത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ UAE-ലായിരുന്ന സമയത്ത് ഇതുപോലെ വേറെ കുറേ അവാർഡ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർവെലിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്നും എനിക്ക് വരാൻ പറ്റില്ല, അതൊക്കെ എനിക്ക് മിസ്സായിപ്പോയി. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 11:30-ക്കാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 11 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് UAE-ൽ ജോലി കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നേ. അപ്പോൾ ശരിക്കും UAE-ൽ ഭയങ്കര ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് കേട്ടോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ആർക്കും പഠിക്കാൻ പറ്റും. നമുക്ക് തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ് സാലറി തന്നെ ഒരു 2 ലക്ഷം രൂപയുടെ മേലെ, അതായത് UAE-ൽ ഒരു 10,000 AED-ക്കൊക്കെ മേലെ കിട്ടുന്ന ഒരു സാധ്യതയുള്ള ഒരു മേഖലയാട്ടോ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് IT ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊന്നുമില്ല, ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ വെബിനാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്, അതുപോലെ തന്നെ മേൽ ഐക്കാർഡിൽ ഉണ്ടാവും. നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടു നോക്കാം. ക്യാഷ് ഒന്നും പോവില്ല കേട്ടോ, ഫ്രീ ആണ്. ഞങ്ങൾ അങ്ങനത്തെ റമദയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് അത്യാവശ്യം നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാട്ടോ ഉള്ളിലേക്ക് കയറിയത്. ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സച്ചു ഉണ്ട്, ഇവാഴും ഉമ്മച്ചിയും പപ്പായും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പുറത്താണ്, അവർക്ക് ഇവാക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. 18 വയസ്സിന് താഴോട്ടുള്ളവരെ എൻട്രി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം അല്ലേ സച്ചു? അതെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾക്കാരെ കാണാൻ. ഇതാണ് കേട്ടോ സംഭവം, യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു ഇവൻ്റ് ആണ്. അവിടെ ആരൊക്കെയോ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ഇവക്കുട്ടീനെയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇവായും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവാക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് കേട്ടോ എല്ലാവരെയും കാണാൻ, അല്ലേ? ടിയക്കുട്ടി ഉണ്ടാവില്ല. വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറുള്ളേ. ശരണ്യെ കിട്ടിയിട്ടുണ്ട്. ശരണ്യെ നമ്മൾ പണ്ടൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കുറേ നാൾ, എനിക്ക് 2-3 വർഷം മുന്നേ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള പരിചയം. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അന്ന് കാണുന്നത് ഇത് നന്നത്തെ ഒരു വർക്ക്ഷോപ്പിനല്ലേ നമ്മളെല്ലാം കാണാം. മീറ്റപ്പിന് ഐഷ് ചേച്ചിയുടെ ഒക്കെ മീറ്റപ്പിന് ആദ്യമായിട്ട് കാണുന്നത് അന്ന് എത്രയോ നാളല്ലേ. ആള് ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പ് ഒന്നും സാധനം ഇട്ടിട്ടില്ല, രാവിലെ ഒരു കല്ലം കഴിയാൻ മുങ്ങിയാണ് ചെയ്തത്. എല്ലാരും കളിയാക്കുന്നു. അറിയണ്ടേ എപ്പോഴും വന്ന നടക്കുമെന്ന് ആരും തിരിച്ചില്ല. അപ്പൊ എല്ലാരും എന്താ ഇതെന്ത് തന്നെ അതന്നെ ഇതെന്താ സാധനം എന്ന് പറഞ്ഞു ഞാൻ തുമ്മനടിച്ചു. നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഉണ്ണിമയുണ്ട്. ഹലോ, ചേച്ചിനെയൊക്കെ പണ്ട് കണ്ടേട്ടോ. ഞാൻ അശ്വ ചേച്ചിയെ കണ്ടിട്ടില്ല. നമ്മളെ മേക്കപ്പിലും കാണാറുണ്ട്. ശരിക്കും ഈ ഒരു ഇവന്റ് ഞങ്ങളെക്കാളും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളത് ഇവ ആയിരുന്നു കേട്ടോ. കാരണം ഇവാക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള, അവൾ സ്ഥിരം കാണാറുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെ അവൾക്ക് അടുത്ത് കാണാൻ പറ്റി. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളെല്ലാവരോടും ഓടിപ്പോയി സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഇവയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആട്ടോ ജിയോ മച്ചാൻ. മച്ചാമ്മയുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജിയോയെ കണ്ടപ്പോൾ അവൾ എവിടെന്നോ കണ്ടിട്ട് ഓടിപ്പോയി അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവ.
ഹലോ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര വലിയ സന്തോഷം. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചേണ്ടത് ആ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സിറ്റി അംബാസിഡേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ ആദ്യം. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ള 2 പേരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇവ സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ഡാൻസ് കളിയാണ്. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇതൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ 10 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഓരോ ടീമും കളിച്ചിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടമ്പീസിൻ്റെ ഈ ഒരു ഗ്യാങ് ഇവയുടെ ഫേവറേറ്റ് ആട്ടോ. അവളാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മാറണുണ്ടായില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിപ്പൊക്കോണ്ടിരിക്കുകയായിരുന്നേ. നമുക്കപ്പോൾ ഇപ്പോൾ ഒരു ടാസ്ക് തന്നേക്കാട്ടോ. നമ്മളൊരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ഞങ്ങൾ അഖിലിൻ്റെ ടീമിലാട്ടുള്ളത്. അങ്ങനത്തെ ഓരോ ടീമും അവരുടെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഓരോരോ ഗ്യാങ് ആയിട്ട് തിരിഞ്ഞിട്ട് ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തതിന് ഞങ്ങളുടെ ടീമിനാട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായേ. ഞാനപ്പോൾ ഇവക്കുട്ടിയും കൂടെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവ അവിടെ വന്ന് ഇരുന്നപ്പോൾ തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ എന്താ സ്റ്റേജിൽ വിളിക്കാത്തത്, നമുക്ക് എന്താ ഗിഫ്റ്റ് കിട്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവായും കൂടെ സ്റ്റേജിലോട്ട് വിളിച്ചുകൊണ്ട് തന്നെ ഇവാക്ക് ഭയങ്കര ഹാപ്പിയായി. അവർ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവാക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഇവായെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോവായിരുന്നു കേട്ടോ. കാരണം ഇവ മാത്രമേ ഉള്ളായിരുന്നു അവിടെ കുട്ടിയായിട്ട്. പിന്നെ നമ്മുടെ KL ബ്രോ ബിജുവിൽ ഋത്വിക്കുട്ടനുണ്ടായിരുന്നു. ബാക്കി കുട്ടികൾ ആരും ഉണ്ടായില്ല. പക്ഷെ ഇവ ഞാൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇവ എന്നെ വീട്ടിലിരുത്തൂലായിരുന്നു കേട്ടോ. കാരണം അവൾ അത്രത്തോളം മിസ് ചെയ്താണ് ഈ ഒരു പ്രോഗ്രാം. അങ്ങനെ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ഇവക്കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടില്ല, പക്ഷെ ഉള്ള നേരം എല്ലാവരോടും സംസാരിച്ചു. ഹലോ. അങ്ങനെ ആ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അടിപൊളി ഇവന്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ടൈം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കായിരുന്നു. കുറേ ഗെയിംസും ആക്ടിവിറ്റീസും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു സംഭവം. പിന്നെ നമുക്ക് ഒരുപാട് നാളായിട്ട്, അതായത് യൂട്യൂബിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, നമ്മളെപ്പോഴും കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ പറ്റി, മീറ്റ് ചെയ്യാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. ആക്ച്വലി വീഡിയോസ് എടുത്തിട്ടുള്ളത് ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ നടക്കായിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് നമ്മളവിടെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവാക്കാണെങ്കിലും കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് ഇവാക്ക് യൂട്യൂബേഴ്സിനെ കാണണം. അതായത് ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇവളിങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ ഒക്കെ പറയും കേട്ടോ, അവരെനിക്ക് കാണണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ജിയോ മച്ചാൻ, മണവാളൻ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അത് ഇവയുടെ ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ അവരെയൊക്കെ ഇവ കണ്ടു. ആക്ച്വലി ഇവരെ കയറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം അവിടെ 18 വയസ്സിന് മേപ്പോട്ട് എൻട്രി ഉണ്ടായല്ലോ കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ ഇവായ അവരോട് ചോദിച്ചിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഇവായ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവായ ഭയങ്കര ഹാപ്പിയായി, ഫുൾ അടിച്ചു പൊളിയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കൊണ്ടാണ് ഈ തലയിലിരിക്കുന്ന സാധനം. ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെയാണ്. ഇതൊരു ഞങ്ങളൊരു ഗെയിം വിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. ഇതും ഈ ഒരു ബാഗും, ഇത് 2 എണ്ണം അങ്ങനെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ എല്ലാവർക്കും നമുക്ക് പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയൊരു ബോക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്കപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് തുറന്നു നോക്കാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാവേ. Oh my god. അക്കച്ചിക്ക് ബാഗ് കൊടുത്തില്ല. കുറെ പേപ്പർ, സച്ചുവിനൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. 1 lakh ഉള്ളത് കൊണ്ട് അക്കച്ചിക്ക് ബാഗ് കൊടുത്തില്ല.
സെയിം സാധനങ്ങളാട്ടോ. സച്ചുവിന്റെ വീഡിയോയിൽ നമ്മളിപ്പോ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. സെയിം സാധനങ്ങൾ തന്നെയാന്ന് തോന്നുന്നു. അത് തന്നെയാ. ഓക്കേ, സൂപ്പർ സൂപ്പർ. എന്നാലും ബാഗ് കിട്ടിയില്ല. ബാഗ് ഞങ്ങള് കളിച്ച് നേടിയിട്ടുണ്ട് ബാഗ്. നോക്കൂ, നല്ല അടിപൊളി ബാഗ്. അത് കൊള്ളാം. ഞങ്ങള് സെക്കൻഡ് എത്തി ഗൈസ്. ദീദിയുടെ അവിടെ ഇരിപ്പുണ്ടടാ. ലൈറ്റ് കിട്ടുന്ന ആ നോക്കൂ, തലതിരി ചെയ്യുമ്പോ പിടിച്ചേക്കുന്ന. നമുക്കിത് ഇന്ന് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ള അടിപൊളി സാധനം. അയ്യോ പൊട്ടിക്കരുത്. നമുക്കിത് രണ്ടും എടുത്തോണ്ട് പോയേക്കാ. അയ്യടെ മനമേ, ഒരെണ്ണം എന്റേതാ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. നല്ലോണം ഞങ്ങൾ അതാ ഈ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് സ്റ്റിക്കർ. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പൊ ശരി കേട്ടാ, നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അവിടെ ചെന്നപ്പോ ഇന്ന് അവര് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് എത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണു, എത്രത്തോളം ലൈക്ക് ചെയ്യാൻ പറയണു, അത്രത്തോളം ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാനത് തീരെ പറയാറില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.